അരിത്തമെറ്റിക് സീക്വൻസിലെ 4th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഈസ് 101 എ ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 13, 24 ആൻഡ് 35? വാട്ട് അബൌട്ട് 1001? നമുക്കറിയാം, ഒരു സീക്വൻസ് എന്നിട്ട് ഒരു ടേം ആ സീക്വൻസിൽ ടേം ആണോ അല്ലെങ്കിൽ നമ്പർ ആ സീക്വൻസിൽ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അപ്പോൾ നമുക്കത് ആ സീക്വൻസിൽ ടേം ആണോ ചെക്ക് ചെയ്യാൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത് ഗിവൺ ടേം ചെക്ക് ചെയ്യേണ്ട ടേമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഫസ്റ്റ് ടേം സബ്സ്ട്രാക്റ്റ് ചെയ്യും, അതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഈസിലി ഡിവൈസിബിൾ ആണെങ്കിൽ ടേം ആണെന്നും അല്ലെങ്കിൽ ടേം അല്ല എന്നും നമ്മൾ സാധാരണ പറയാറ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ഒരു അരിത്തമെറ്റിക് സീക്വൻസിലത്തെ ടേംസിൻ്റെ ഡിഫറൻസ് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആവും എന്നുള്ളൊരു തിയറി വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, യെസ്. നമുക്കിവിടെ ചോദ്യം നോക്കാം. 101 ഈ സീക്വൻസിൽ ടേം ആണോ നോക്കണം. നമുക്ക് ഗിവൺ ടേം പരിശോധിക്കേണ്ട അല്ലെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് 101 ആണ്. 101 മൈനസ് 13 മീൻസ് ഫസ്റ്റ് ടേം. ഗിവൺ ടേം മൈനസ് ഫസ്റ്റ് ടേം. 101 മൈനസ് 13 ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് 11 ഈക്വൽ ടു 88/11 വരും. 8 ആണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസിലി ഡിവൈസിബിൾ ആണ്. അല്ലെങ്കിൽ 88 എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണ്. നമുക്കെന്ത് പറയാം? 101 എന്താണ് ഈ സീക്വൻസിൽ ടേം ആണെന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇത് എത്രാമത്തെ ടൈം ആണെന്ന് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഈ 101ൻ്റെ പൊസിഷൻ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്താൽ മതി. അതായത് റിസൾട്ട് 8ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. നമുക്ക് എന്തുകൂടി പറയാം? 101 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ 9th ടൈം ആണെന്ന് കൂടി പറയാം. ഓക്കെ, യെസ്. അപ്പോൾ പൊസിഷൻ പറയണമെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. അതിൽ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഇവിടെ നമ്മൾ 1 ആഡ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗിവൺ ടേമിൽ ഫസ്റ്റ് ടേം കുറച്ചത് കൊണ്ടാണ് 1 ആഡ് ചെയ്തത്. ഫസ്റ്റ് ടേം തന്നെ കുറയ്ക്കണം നിർബന്ധമില്ല. നമുക്ക് ആ സീക്വൻസിൽ അറിയാവുന്ന ഏത് ടേം ആണെങ്കിലും കുറയ്ക്കാം. പക്ഷേ അങ്ങനെ കുറയ്ക്കുമ്പോൾ ഏത് ടേമാണോ കുറച്ച് അതിൻ്റെ പൊസിഷനാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ഫസ്റ്റ് ടൈം കുറച്ചുകൊണ്ടാണ് നമ്മളിവിടെ 1 ആഡ് ചെയ്തത്. സെക്കൻഡ് ടൈം കുറയ്ക്കാൻ വേണമെങ്കിൽ, പക്ഷേ അങ്ങനെ സെക്കൻഡ് ടൈമാണ് കുറച്ചതെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് 2 ആണ്. പക്ഷേ അത് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനാണ് നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ടൈം കുറച്ചിട്ട് 1 ആഡ് ചെയ്യുന്നത്. അതുകൂടി അതിൽ മനസ്സിലാക്കുക. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് വേറൊന്ന് 1001 ഇതിൽ ടൈം ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1001ൽ നിന്ന് 13 മൈനസ് ചെയ്യുക, കോമൺ ഡിഫറൻസ് ഡിവൈഡ് ചെയ്യുക. 9,888/11 വരും. അപ്പോൾ അതെന്തല്ല? 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല, ഈസിലി ഡിവൈസിബിൾ അല്ല. അപ്പോൾ എന്തല്ല? 1001 എന്തല്ല? ടേം അല്ല. ടേം അല്ല, അതുകൊണ്ട് പിന്നെ പൊസിഷൻ നോക്കേണ്ട ആവശ്യമില്ല. ടേം അല്ല. ഓക്കെ, താങ്ക് യു.